അങ്ങ് ജസ്റ്റിസ് JB കോശിയുമായി കൂടിക്കാഴ്ച നടത്തി എന്തെല്ലാം കാര്യങ്ങളാണ് നിങ്ങളുടെ സംസാരത്തിൽ കോൺവെർസേഷനിൽ വന്നത്? കേരളത്തിലെ ക്രൈസ്തവ ജനസമൂഹം വിവിധ മേഖലകളിൽ അനുഭവിക്കുന്ന പിന്നാക്കാവസ്ഥയെക്കുറിച്ച് അദ്ദേഹം വളരെ കൃത്യമായി സംസാരിക്കുകയുണ്ടായി. കാരണം അദ്ദേഹം അധ്യക്ഷനായുള്ള സമിതി കേരളത്തിലുടനീളം സഞ്ചരിക്കുകയും കേരളത്തിലെ പൊതുസമൂഹമായും ക്രൈസ്തവ ജനസമൂഹങ്ങളുമായും സഭാ മേലധ്യക്ഷന്മാരുമായും ഒക്കെ ചർച്ചകൾ നടത്തിയിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹം നടത്തിയ കണ്ടെത്തലുകളെ കുറിച്ചായിരുന്നു അദ്ദേഹം സംസാരിച്ചത്. കേരളത്തിലെ പരിവർത്തിത ക്രൈസ്തവ ജനവിഭാഗങ്ങൾ, അതുപോലെ തന്നെ കുടിയേറ്റ കർഷകർ, തീരദേശ മേഖലകളിലുള്ളവർ തുടങ്ങി വിവിധ സമസ്ത മേഖലകളിലുമുള്ള ക്രൈസ്തവ ജനവിഭാഗങ്ങൾ അനുഭവിക്കുന്ന വിവിധ ബുദ്ധിമുട്ടുകളെ കുറിച്ചാണ്, പ്രയാസങ്ങളെ കുറിച്ചിട്ടാണ് അദ്ദേഹം ഞങ്ങളുമായിട്ട് സംവദിച്ചത്. നമുക്കൊക്കെ അറിയാവുന്നതുപോലെ വനമേഖലകളിൽ അനുഭവപ്പെടുന്ന ബുദ്ധിമുട്ടുകൾ നമുക്കറിയാം. വന്യമൃഗങ്ങളുടെ ആക്രമണവും അതുമൂലം കാർഷിക മേഖലയ്ക്ക് സംഭവിക്കുന്ന വലിയ നഷ്ടവും ഒക്കെ നമ്മൾ കുറെ മാസങ്ങളായി, ഏതാനും വർഷങ്ങളായി നാം കേട്ടുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ മറ്റു മേഖലകളിലും അനുഭവപ്പെടുന്ന പിന്നാക്കാവസ്ഥ, പ്രത്യേകിച്ച് ഉദ്യോഗസ്ഥ മേഖലകളിൽ ഈ സമുദായം പുറകോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. മറ്റ് സാമ്പത്തിക മേഖലകളിൽ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകൾ, ആതുര ശുശ്രൂഷ മേഖലകളിലും വിദ്യാഭ്യാസ മേഖലകളിലും അനുഭവിക്കുന്ന നീതിരഹിതമായ വിവേചനങ്ങൾ തുടങ്ങി വിവിധമായ മേഖലകളെ കുറിച്ച് അദ്ദേഹം പഠിക്കുകയും അതിനെക്കുറിച്ചുള്ള റിപ്പോർട്ട് അദ്ദേഹം സമർപ്പിക്കുകയും ചെയ്തു. പക്ഷെ അതിനുശേഷം 30 മാസങ്ങൾ പിന്നിട്ടിട്ടും സർക്കാർ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് സഭാ മേലധ്യക്ഷന്മാരുമായി ആശയവിനിമയം നടത്താനോ സമുദായ നേതാക്കളുമായി ചർച്ച ചെയ്യാൻ പോലും ഇതുവരെ തയ്യാറായില്ല എന്നുള്ളതാണ് ഏറ്റവും ഖേദകരമായ കാര്യം. അതേസമയം മറ്റു പല സമുദായങ്ങളുടെയും ഇതുപോലുള്ള സമാനമായ കമ്മീഷനുകൾ വളരെ വേഗത്തിൽ നടപ്പിലാക്കിയിരുന്നു സർക്കാർ നേരത്തെ എന്ന് നമുക്കറിയാം. പക്ഷെ ക്രൈസ്തവ ജനവിഭാഗങ്ങളുടെ അർഹിക്കുന്ന അവകാശങ്ങൾ തരുന്നതിന് സർക്കാർ ആരെയാണ് ഭയക്കുന്നത് എന്നാണ് ഞങ്ങൾക്ക് ചോദിക്കാനുള്ളത്. ഓരോ ദിവസവും വൈകുമ്പോൾ അത് അവർക്ക് നീതി നിഷേധിക്കപ്പെടുകയാണ്. അത് തീർച്ചയായിട്ടും ഓരോ ദിവസം വൈകുന്തോറും അവർക്കുള്ള തുടരൂ. ആ ഒരു അവസ്ഥയിലേക്കാണ് കേരളത്തിലെ ക്രൈസ്തവ ജനസമൂഹം എത്തിച്ചേർന്നിരിക്കുന്നത്. ഏതാണ്ട് 4,87,000 പരാതികളാണ് കമ്മീഷന്റെ മുൻപിൽ വന്നത്. 2020 നവംബർ 5 കമ്മീഷനെ നിയമിച്ചു. അന്ന് കമ്മീഷനിലെ ജസ്റ്റിസ് ജേക്കബ് ബെഞ്ചമിൻ കോശി ആയിരുന്നു അതിന്റെ അധ്യക്ഷൻ. അന്ന് ക്രിസ്റ്റി ഫെർണാണ്ടസ് IAS ജേക്കബ് പുന്നൂസ് IPS ഈ കമ്മിറ്റിയിൽ അംഗങ്ങളായിരുന്നു. അവർ വിശദമായ ചർച്ചകൾ നടത്തി 2023 മെയ് 17 284 ശുപാർശകൾ സർക്കാരിന് സമർപ്പിച്ചു. ആ ശുപാർശകളാണ് ഇന്ന് ഒരു ചർച്ചകൾക്കും പരിഗണിക്കാതെ അത് മാറ്റിവെക്കപ്പെട്ടിരിക്കുന്നത്. ഈ സമർപ്പിച്ച ഉടനെ ആ ഒക്ടോബർ മാസത്തിൽ തന്നെ വിവിധ മന്ത്രാലയങ്ങൾക്ക് സംസ്ഥാന സർക്കാർ അയച്ചു കൊടുത്തു എന്നാണ് പറഞ്ഞത്. അത് എത്രയും പെട്ടെന്ന് അത് സംബന്ധിച്ച റിപ്പോർട്ടുകൾ വരും എന്നാണ് പറഞ്ഞത്. പക്ഷെ ഒന്നും ഉണ്ടായില്ല. അതിനുശേഷം ഒരു 3 അംഗ സമിതിയെ സർക്കാർ നിയോഗിച്ചു. 2023 മാർച്ച് മാസം 2 ഒരു കമ്മീഷനെ വെച്ചു. അത് സംസ്ഥാനത്തെ ചീഫ് സെക്രട്ടറി അധ്യക്ഷനായ ആ കമ്മീഷനിൽ പൊതുഭരണ വകുപ്പ് സെക്രട്ടറിയും ന്യൂനപക്ഷ ക്ഷേമ വകുപ്പ് സെക്രട്ടറിയും അംഗങ്ങളായിരുന്നു. അവരുടെ റിപ്പോർട്ട് 1 മാസത്തിനുള്ളിൽ സമർപ്പിക്കും എന്നാണ് പറഞ്ഞിരുന്നത്. പക്ഷേ ഇതെല്ലാം പറഞ്ഞിരുന്നുവെങ്കിലും ഇത് സംബന്ധിച്ച് യാതൊരു ചർച്ചയും നടന്നില്ല. മാത്രമല്ല, കഴിഞ്ഞ മാർച്ച് 25 കേരള നിയമസഭയിൽ ബഹുമാനപ്പെട്ട ന്യൂനപക്ഷകാര്യ മന്ത്രി നടത്തിയ ഒരു പ്രഖ്യാപനമാണ് എല്ലാവരെയും ഞെട്ടിച്ചു കളഞ്ഞത്. ഒരു അംഗം ചോദിച്ച ചോദ്യത്തിന് അദ്ദേഹം പറഞ്ഞത്, ന്യൂനപക്ഷ കാര്യമന്ത്രി V അബ്ദുറഹ്മാൻ അദ്ദേഹം പറഞ്ഞത് 155 ശുപാർശകൾ ഇത് സംബന്ധിച്ച് നടപ്പിലാക്കി കഴിഞ്ഞു എന്നാണ് പറയുന്നത്. ഏറ്റവും രസകരമായ കാര്യം, ഈ കമ്മീഷന്റെ റിപ്പോർട്ട് എന്താണെന്ന് വിവരാവകാശ പ്രകാരം ചോദിച്ചിട്ട് പോലും സർക്കാർ നമുക്ക് മറുപടി തന്നിട്ടില്ല. സർക്കാർ പറഞ്ഞത് ഇത് മന്ത്രിസഭയുടെ പരിഗണനയിൽ ഇരിക്കുന്ന വിഷയമാണ്, അതുകൊണ്ട് ഇത് വിവരാവകാശ നിയമം അനുസരിച്ച് പോലും തരാനാവില്ല എന്നാണ് പറഞ്ഞത്. എന്ന് വെച്ചാൽ ഈ കമ്മീഷൻ റിപ്പോർട്ട് എന്താണെന്ന് കേരളത്തിലെ പൊതുസമൂഹത്തിന് പഠിക്കാൻ കഴിഞ്ഞിട്ടില്ല, കേരളത്തിലെ സഭാ മേലധ്യക്ഷന്മാർക്ക് ചർച്ച ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല, സമുദായ നേതാക്കൾക്കും ആയി സംസ്ഥാന സർക്കാർ ഒരു ചർച്ച പോലും നടത്തിയിട്ടില്ല. എന്നിട്ട് മന്ത്രി പറയുന്നത് 155 ശുപാർശകൾ നടപ്പിലാക്കി കഴിഞ്ഞു എന്ന് പറയുമ്പോൾ ഇതിൽ ഏതൊക്കെ ശുപാർശകളാണ് നടപ്പിലാക്കിയത് എന്നറിയാൻ കേരളത്തിലെ പൊതുസമൂഹത്തിന്, വിശിഷ്യ ക്രൈസ്തവ ജനസമൂഹത്തിന് വലിയ ആശങ്കയുണ്ട്.
അത് പറയാനെങ്കിലും സർക്കാർ തയ്യാറാകേണ്ടതാണ് എന്നാണ് ഇത്തരത്തിൽ ബഹുമാനപ്പെട്ട ന്യൂനപക്ഷ വകുപ്പ് മന്ത്രിയെയും സംസ്ഥാന സർക്കാരിന്റെയും ഓർമ്മയിൽ നമുക്ക് കൊണ്ടുവരാനുള്ളത്. അത് തന്നെയാണ്. എന്തുകൊണ്ടാണ് 30 മാസങ്ങൾ കഴിഞ്ഞിട്ട് എന്തുകൊണ്ടായിരിക്കാം ഇത് പൊതുജനങ്ങൾക്ക് മുൻപിൽ റിപ്പോർട്ട് സമർപ്പിക്കാത്തത്? അല്ലെങ്കിൽ എന്തിനെയാണ് സർക്കാർ ഭയക്കുന്നുണ്ടാവുക? അല്ല, സർക്കാർ എന്ന് പറയുന്ന ജനാധിപത്യ സംവിധാനത്തിൽ ഇപ്പൊ നാം കാണുന്ന ഒരു പുതിയ പ്രവണതയുണ്ട്. നമ്മുടെ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ വോട്ട് ബാങ്ക് രാഷ്ട്രീയത്തെ പ്രീണിപ്പിക്കുന്ന ഒരു നിലപാടുമായിട്ട് മുന്നോട്ട് പോകുന്നു എന്നുള്ളത് നാം കാണുന്നു. അതുകൊണ്ടാണല്ലോ കേരളത്തിൽ ഇപ്പോഴും അത് വിഴിഞ്ഞ മേഖലയിലാണെങ്കിലും, എന്തിനേറെ പറയുന്നു 610 കുടുംബങ്ങളുടെ മുനമ്പം വിഷയത്തിലാണെങ്കിലും ഒരു ശാശ്വതമായ പരിഹാരം ഇനിയും ഉണ്ടായിട്ടില്ല. മാത്രമല്ല, മറ്റ് എല്ലാ മേഖലകളിലും 16,000-ഓളം അധ്യാപകർ എത്രയോ മാസങ്ങളായി, കഴിഞ്ഞ 2018 മുതൽ ശമ്പളം കിട്ടാതെ വ്യത്യസ്തമായ സമരമാർഗങ്ങൾ അവലംബിക്കുന്നത് നാം കണ്ടു. അതുപോലെ തന്നെ എല്ലാ മേഖലകളിലും അത് കാണുന്നു. അതുപോലെ തന്നെ സംവരണത്തിന്റെ കാര്യത്തിൽ നാം ഏറെ പുറകോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. അത്തരം യാഥാർത്ഥ്യങ്ങളെ സർക്കാർ മുഖം തുറന്ന് കാണണം എന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. സർക്കാർ ആരെയോ ഭയപ്പെടുന്നുണ്ടോ? സർക്കാർ വോട്ട് ബാങ്ക് പ്രീണന രാഷ്ട്രീയം നടത്തുന്നുണ്ടോ? ഈ കാര്യത്തിൽ കേരളത്തിലെ പൊതുസമൂഹത്തിനും പ്രത്യേകിച്ച് ക്രൈസ്തവ ജനസമൂഹത്തിനും വലിയ ആശങ്കയുണ്ട്. കാരണം ഈ സമൂഹം എന്ന് പറയുന്നത് കേരളത്തിലെ വിവിധ മേഖലകളിൽ വലിയ സംഭാവനകൾ നൽകിയ ഒരു സമുദായമാണ്. അത് വിദ്യാഭ്യാസ മേഖലയിലാകട്ടെ, ആതുര ശുശ്രൂഷ മേഖലയിലാകട്ടെ, സാംസ്കാരിക രംഗത്താകട്ടെ വലിയ സംഭാവനകൾ നൽകിയ ഒരു സമൂഹത്തെ ഇതുപോലെ അവഗണിക്കുന്ന ഒരു സർക്കാർ നിലപാടിൽ അതിയായ അമർഷവും അതിയായ പ്രതിഷേധവുമുണ്ട്. ഈ സാഹചര്യത്തിലാണ് ഞങ്ങൾ ജസ്റ്റിസ് JB കോശി സാറുമായിട്ട് നേരിൽ സംസാരിക്കുകയും ഈ കമ്മീഷന്റെ റിപ്പോർട്ടുകളെ കുറിച്ച് ഞങ്ങൾ ചർച്ച ചെയ്യുകയും ചെയ്തത്. അദ്ദേഹം പറഞ്ഞു, ഞാൻ വളരെ വിശദമായി ഈ റിപ്പോർട്ട് ഞങ്ങൾ 3 പേരും കൂടി പഠിച്ചിട്ടാണ് സർക്കാരിന് സമർപ്പിച്ചത്. പക്ഷേ സർക്കാർ എന്ന് നടപ്പിലാക്കണം എന്നുള്ളത് അത് സർക്കാരാണ് തീരുമാനിക്കേണ്ടത്, എൻ്റെ പരിധിയിൽപ്പെട്ട കാര്യമല്ല എന്ന് അദ്ദേഹം ഞങ്ങളെ ഓർമ്മിപ്പിച്ചു. അപ്പൊ സർക്കാരിന്റെ പരിധിയിലുള്ള, സർക്കാരിന്റെ ചുമതലയിലുള്ള ഒരു കാര്യത്തിൽ സർക്കാർ അനാവശ്യമായി അത് മാറ്റിവെക്കുകയും ഈ ഒരു സമൂഹത്തോട് കടുത്ത അവഗണന കാണിക്കുകയും ചെയ്യുന്നത് അത് കേരളത്തിലെ പൊതുസമൂഹം തിരിച്ചറിയണം എന്നാണ് ഞങ്ങൾക്ക് പ്രത്യേകിച്ച് ഓർമ്മിപ്പിക്കാനുള്ളത്. ഈ വോട്ടൊക്കെ വരുന്ന തെരഞ്ഞെടുപ്പ് നടക്കുന്ന സമയത്ത് പലപ്പോഴും ചില മുന്നണികൾ വിചാരിക്കുന്നു ക്രൈസ്തവരുടെ വോട്ട് എന്തൊക്കെ സംഭവിച്ചാലും അത് ഞങ്ങളുടെ പെട്ടിയിൽ തന്നെ വീഴൂ എന്ന് ഒരു ഉറപ്പുണ്ടാവുകയും അതുകൊണ്ട് തന്നെ ക്രൈസ്തവരുടെ പല പ്രതിസന്ധികളും അവർ അഡ്രസ്സ് ചെയ്യപ്പെടാതെ പോവുകയും ചെയ്യുന്നു. അപ്പോൾ ഈ ജനാധിപത്യത്തിലെ തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്ന വലിയ ഒരു ഉത്സവം നടക്കുന്ന സമയത്തും ക്രൈസ്തവരുടെ കാര്യങ്ങളൊന്നും നമ്മൾ പ്രതീക്ഷിക്കുന്ന രീതിയിൽ അനുഭാവപൂർവ്വം പരിഗണിക്കാൻ ഇവർ തയ്യാറാകുന്നില്ല എന്നുള്ളത് തന്നെയാണോ വാസ്തവം? ഇല്ല, തീർച്ചയായിട്ടും അങ്ങനെ കാണേണ്ടി വരും. നമുക്കറിയാം, ദേശീയ തലത്തിൽ നമുക്കറിയാം നമ്മുടെ ക്രൈസ്തവ വിശ്വാസത്തിനെതിരെയുള്ള വലിയ വെല്ലുവിളികൾ നേരിടുകയാണ്. അവിടെ നിന്ന് നാം കേൾക്കുന്ന നിലവിളി നമ്മുടെ കാതുകളിലൊക്കെ മുഴങ്ങി കേൾക്കുന്നുണ്ട്. രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ 1 ഡസനിലേറെ സംസ്ഥാനങ്ങളിലാണ് മതപരിവർത്തന നിരോധന നിയമത്തിന്റെ പേരിൽ ക്രൈസ്തവ ജനവിഭാഗങ്ങൾക്ക് നേരെ നടക്കുന്ന കടുത്ത ആക്രമണം. അവർക്ക് അവരുടെ തിരുവസ്ത്രം അണിഞ്ഞ് സഭാ പ്രവർത്തനങ്ങൾക്ക് പോലും പോകാനാകുന്നില്ല എന്ന് നമുക്കറിയാം. അതുപോലെ തന്നെ മലയോര മേഖലയിൽ, തീരദേശ മേഖലയിൽ ചെറുകിട കച്ചവടക്കാർ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകൾ, അതുപോലെ തന്നെയാണ് സഭാ സ്വത്തുവകകൾ കൈയടക്കാനുള്ള ചർച്ച് ബില്ല് പോലുള്ള ചില നിയമ പരിഷ്കരണ കമ്മീഷന്റെ ശുപാർശകൾ, ഇത്തരം കാര്യങ്ങൾ സർക്കാർ വളരെ കൃത്യമായ നിലപാടുകൾ സ്വീകരിക്കണം. വിദ്യാഭ്യാസ രംഗത്ത് ഉൾപ്പെടെ സർക്കാർ കാണിക്കുന്ന ഈ നീതിരഹിതമായ വിവേചനം അത് ഈ സമൂഹം തിരിച്ചറിയുന്നുണ്ട്. ഈ സമൂഹത്തിന് അതിന്റെ യാഥാർത്ഥ്യങ്ങൾ മനസ്സിലാകുന്നുണ്ട് എന്നെങ്കിലും സംസ്ഥാന സർക്കാരും ഇത് സംബന്ധിച്ച വ്യത്യസ്ത രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും തിരിച്ചറിയണം എന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്.